ക്രിസ്മസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നത് പിള്ളേർക്കൊരു ഉത്സവം പോലെയാണ്. അങ്ങനെ ഇപ്രാവശ്യം പഴയ ക്രിസ്മസ് ട്രീ തന്നെ പൊടി തട്ടിയെടുത്തെങ്കിലും അത് നിലത്തുറയ്ക്കാതെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പണി കിട്ടി. അങ്ങനെ പുതിയ ക്രിസ്മസ് ട്രീ മേടിച്ചേ പറ്റുള്ളൂന്നായി. അങ്ങനെ കടകളിൽ കൂടിയൊക്കെ ക്രിസ്മസ് ട്രീ തപ്പി നടക്കുന്നതിൻ്റെ കൂടെ കുറേ ക്രിസ്മസ് ഓർണമെൻറ്റ്സും വാങ്ങി. ക്രിസ്മസ് ഓർണമെൻറ്റ്സൊക്കെ ഒരുമാതിരി വിറ്റുപോയായിരുന്നു. കാരണം ഞങ്ങൾ ഇപ്രാവശ്യം ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ ലേറ്റായിരുന്നു. 7 ഫീറ്റിൻ്റെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അത് തപ്പി നടന്ന് ഒരെണ്ണം സെറ്റാക്കി. അതുമായിട്ട് വീട്ടിലെത്തി പിള്ളേർക്ക് അന്ന് രാത്രി തന്നെ അത് സെറ്റ് ചെയ്ത് കാണണമെന്നും വാശി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി തന്നെ ഞങ്ങളത് സെറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് ചെറിയ തിന്നായിട്ടുള്ള ബൾബാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ വയറൊന്നും കാണാത്ത രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ നിറയും ക്രിസ്മസ് ഓർണമെൻറ്റ്സ് സെറ്റ് ചെയ്തു. പിള്ളേർക്ക് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാനുള്ള ഒരു ത്രില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പഴയതും പുതിയതുമായ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ട്രീ റെഡിയാക്കി.